അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നത് സമാജം ജനറൽ സെക്രട്ടറി മിസ്റ്റർ അലക്സ് കാഞ്ഞിരത്തിങ്ങലാണ്. മിസ്റ്റർ അലക്സ് കാഞ്ഞിരത്തിലിനെ വെൽക്കം സ്പീച്ചിനായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരായ കേരള സമാജത്തിൻ്റെ മെമ്പേഴ്സ്, നമ്മുടെ സീനിയർ മെമ്പേഴ്സ്, അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മെമ്പേഴ്സും, എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾക്ക് എത്രയും വേഗം തുടങ്ങേണ്ടതുണ്ട്. കാരണം ഷെഡ്യൂൾ അനുസരിച്ച് കറക്റ്റ് പോയി കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴേ തീരത്തുള്ളൂ. ആയതിനാൽ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആദ്യമായിട്ട് ഈ വേദിയിലേക്ക്, ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എനിക്ക് സ്വാഗതം ചെയ്യുവാനായിട്ടുള്ളത് നമ്മളുടെ പ്രഗത്ഭരായ നമ്മളുടെ മെമ്പേഴ്സിനെ തന്നെയാണ്. കേരള സമാജത്തിൻ്റെ നല്ലവരായ എല്ലാ മെമ്പേഴ്സിനെയും, ഇവിടെ കൂടി വന്നിരിക്കുന്നവരെയും ഇനി വരുവാനുള്ള എല്ലാവരെയും ഈ വേദിയിലേക്ക്, ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഊഷ്മളമായി ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കേരള സമാജത്തിൻ്റെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളതായ നമ്മളുടെ ഫസ്റ്റ് സെക്രട്ടറി ഹൈക്കമ്മീഷനിൽ നിന്നും മിസ്സസ് റാണി മാലിക് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും പേരിൽ, കേരള സമാജത്തിൻ്റെ എല്ലാ മെമ്പേഴ്സിൻ്റെയും പേരിൽ ഈ വ്യക്തിയെ നമ്മൾ ഇപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും കൈയടിച്ച്, അവരിപ്പോൾ ഇവിടെ ഇല്ല എങ്കിൽ പോലും നമ്മളുടെ ആ പ്രസൻസ്, നമ്മളുടെ ആ വെൽക്കം അവർക്ക് നമ്മളിപ്പോൾ നൽകുന്നതായിരിക്കും. വീണ്ടും എനിക്ക് സ്വാഗതം പറയുവാനായിട്ടുള്ളത് നമ്മുടെ കൊച്ചുകുട്ടികളാണ്. നമ്മുടെ കലാകാരന്മാരും കലാകാരികളുമായിട്ട് ഇന്നിവിടെ എത്തിയിട്ടുള്ള, നമ്മളുടെ ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ കൊച്ചു കുട്ടികളെ എല്ലാവരെയും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും സ്വാഗതം ചെയ്യുവാനുള്ളത് നമ്മുടെ ഓർക്കസ്ട്രയുടെ ഓരോ മെമ്പേഴ്സിനെയും. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓർക്കസ്ട്ര ആണ്. അതിനുവേണ്ടി ഇതിൻ്റെ മുൻ പ്രസിഡന്റ് തന്നെ കാനോയിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. മിസ്റ്റർ ശ്രീകുമാർ, മിസ്റ്റർ ഷിബു, ജോസഫ് ആൻ്റണി, മിസ്റ്റർ മാണി, അങ്ങനെ എല്ലാവരെയും ഗൗതം, അതുപോലെ തന്നെ ഇവിടെ പാടുന്നതായ എല്ലാ നല്ല ഗായകരെയും ഗായികമാരെയും എല്ലാവരെയും ഈ വേദിയിലേക്ക് കേരള സമാജത്തിൻ്റെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. വീണ്ടും സ്വാഗതം പറയുവാനായിട്ടുള്ളത് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയൊക്കെ മെസ്സേജ് നൽകാം എന്ന് ഏറ്റിരിക്കുന്ന നമ്മളുടെ ഫാദർ ജോൺസൺ, ഫാദറിനെയാണ്. ഫാദർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകണം. അദ്ദേഹത്തെ വളരെ ഹാർദവമായിട്ട് കേരള സമാജത്തിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ ഹാർദവമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും എനിക്ക് സ്വാഗതം അർപ്പിക്കുവാനായിട്ടുള്ളത് ഇന്നത്തെ നമ്മളുടെ പ്രഗത്ഭരായ 25 വർഷം നൈജീരിയയിൽ ജീവിച്ച് നമ്മളോടൊത്ത് സഹകരിക്കുന്ന നമ്മളുടെ പ്രഗത്ഭരായ പ്രവാസി അവാർഡിന് അർഹരായിരിക്കുന്ന 12 പേരോളമുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവരെ എല്ലാവരെയും നമ്മളുടെ ഈ സമാജത്തിൻ്റെ പേരിൽ ഞാൻ വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ നമുക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ കുര്യൻ അങ്കിളാണ്. അങ്കിള് 45 വർഷം ആയിട്ട് നമ്മളോട് കൂടെ നമ്മളെ നയിക്കുന്നതിനും നമ്മൾക്ക് ഓരോ ഉപദേശങ്ങൾ തരുന്നതിനും, അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഫുഡ് അദ്ദേഹത്തിൻ്റെ വകയാണ്. അദ്ദേഹം 45 വർഷം ഈ രാജ്യത്ത് ജീവിച്ചതിൻ്റെ ആ സ്നേഹവും സന്തോഷവും നമ്മളോടൊത്ത് പങ്കിടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വകയായിട്ട് അദ്ദേഹം സ്പോൺസർ ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ നമ്മളുടെ ഇവിടുത്തെ ഡെലീഷ്യസ് ആയിട്ടുള്ള ആ ഫുഡ്. അദ്ദേഹത്തിനെ പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്കും
കുര്യനങ്കിളിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നൈജീരിയയിൽ നമ്മുടെ ഇന്ത്യയിലെ പത്മശ്രീക്ക് തുല്യമായ രീതിയിൽ അവാർഡ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് മിസ്റ്റർ ബി വർഗീസ്. അദ്ദേഹത്തിന് നൈജീരിയയിൽ നിന്ന് MFRN എന്ന അവാർഡ്, അതായത് ഇന്ത്യയിലെ പത്മശ്രീക്ക് തുല്യമായ അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് വളരെ വിലപ്പെട്ട അവാർഡാണ്. അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരുടെയും ഒരു നല്ല കയ്യടിയോടുകൂടി ഒരു മലയാളിക്ക് അങ്ങനെ കിട്ടിയ ഈ ഒരു മുഹൂർത്തം നമ്മളത് പാഴാക്കി കളയാനായിട്ട് സാധ്യമല്ല. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഈ അവസരത്തിൽ ഞങ്ങൾ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും എനിക്ക് സ്വാഗതം അർപ്പിക്കാനുള്ളത് നല്ലവരായ കുറച്ച് സ്പോൺസേഴ്സ് ഉണ്ട്. നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്പോൺസേഴ്സാണ്. ഓരോ പ്രോഗ്രാം വരുമ്പോഴും അവർ വളരെ ആത്മാർത്ഥമായിട്ട് കേരള സമാജത്തിൻ്റെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനായിട്ട് മുന്നോട്ട് കടന്നു വരാറുണ്ട്. അവരെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നമ്മളെല്ലാവരും ഓർക്കണം. അവരെ നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ പറയുമ്പോൾ നമ്മളുടെ മനോഹരമായ ഇന്നത്തെ ഈ സ്റ്റേജ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്, എല്ലാവരും ഈ സ്റ്റേജ് കണ്ടില്ലേ, നല്ല മനോഹരമായ ഒരു സ്റ്റേജ്, അത് ഒരുക്കി തന്നിരിക്കുന്നത് ഫ്ലോടെക് നൈജീരിയയാണ്. ജോളിയും ജോഫിയും അവരുടെ ആ ടീം വളരെയേറെ കഷ്ടപ്പെട്ട് വളരെയേറെ പൈസ ചെലവാക്കി ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഈ സ്റ്റേജ് നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. അവരെ ഈ അവസരത്തിൽ നമ്മളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. വീണ്ടും സ്വാഗതം പറയുവാനായിട്ടുള്ള നമ്മൾ ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ കാണാം നമ്മുടെ സ്പോൺസേഴ്സിൻ്റെയൊക്കെ ബാനറുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അതേ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റും. ഫോട്ടോ സ്പീഡാണ് ഇന്ന് നമുക്ക് ഇവിടുത്തെ മ്യൂസിക് സിസ്റ്റം, ഇത്രയും നല്ലൊരു മ്യൂസിക് സിസ്റ്റം നമുക്ക് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫോട്ടോ സ്പീഡാണ്. അവരെ പ്രത്യേകമായിട്ട് ഷൈജോ, ഐസക്, പിന്നെ അതിൻ്റെ എല്ലാ ഡയറക്ടേഴ്സിനെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവരെ നന്ദിയോടെ സ്മരിക്കുന്നു. അവരെ ഈ വേദിയിലേക്ക് ഞങ്ങൾ വിനീതമായിട്ട് സ്വാഗതം അർപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ഈ സൈഡിൽ നോക്കുമ്പോൾ മനോഹരമായ ഗിഫ്റ്റൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഗിഫ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ML ഗ്രൂപ്പാണ്. അതിൻ്റെ എല്ലാ ഡയറക്ടേഴ്സിനെയും നമ്മുടെ കൂടെ ഉള്ളതായ ആ സന്തോഷമാണ് അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയും കേരള സമാജത്തിൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിൻ്റെയും പേരിൽ ഞങ്ങളുടെ നന്ദിയും അതുപോലെ തന്നെ ഈ വേദിയിലേക്ക് ഞങ്ങൾ അവരെ സ്വാഗതം അർപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് ഇന്നിവിടെ ഇരിക്കുവാനായിട്ട് ഈ വേദി ഒരുക്കി തരുന്ന ഈ സ്ഥലം സ്പോൺസർ ചെയ്ത് തന്നിരിക്കുന്നത് സൊസാക്കോ കമ്പനിയാണ്. അവരാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ചെലവുകളൊക്കെയും വഹിക്കുന്നത്. ഇന്നത്തെ ഈ ഹോളിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നത് സൊസാക്കോ കമ്പനിയാണ്. സതീഷ് നായർ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഞങ്ങൾ വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ആ കമ്പനിയെയും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അവർക്കുണ്ടാകട്ടെ, എല്ലാ നല്ല നന്മകളും അവർക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമ്മളുടെ ഏതെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാ പ്രോഗ്രാമിലും ഈ സ്പോൺസേഴ്സ് എല്ലാം നമ്മളെ സഹായിക്കണം. ഓരോരുത്തർ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ആ കമ്പനിയുടെ എല്ലാ മെമ്പേഴ്സിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെ ഞങ്ങൾ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും സ്വാഗതം പറയുവാനായിട്ടുള്ളത് നമ്മുടെ നല്ലവരായിരിക്കുന്ന എല്ലാ ആൾക്കാരും, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കമ്മിറ്റിക്കാർ, സബ് കമ്മിറ്റി, അങ്ങനെ പലരുണ്ട്. പല മെമ്പേഴ്സ് കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇന്ന് നമുക്കിവിടെ ഇത്രയും ഭംഗിയാക്കുവാനായിട്ട് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും, സബ് കമ്മിറ്റി, പ്രോഗ്രാമിൻ്റെയും കൾച്ചറൽ കമ്മിറ്റിയുടെ എല്ലാം സബ് കമ്മിറ്റി, അങ്ങനെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.